ഹരേ കൃഷ്ണ. ഇത്തവണത്തെ ഏകാദശി ചില പ്രത്യേകതകളുണ്ട്. അതായത് 2 ദിവസമാണ്, ജൂൺ 2-ാം തീയതിയും ജൂൺ 3-ാം തീയതിയും 2 ദിവസമായിട്ടാണ് ഏകാദശി വരുന്നത്. അതായത് ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2024 ജൂൺ 2-ാം തീയതി രാവിലെ വെളുപ്പിനെ 5:04 മുതൽ ജൂൺ 3-ാം തീയതി വെളുപ്പിനെ 2:41 അവസാനിക്കും. നമ്മൾ സാധാരണയായിട്ട് നമുക്കറിയാം, നമ്മൾ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് സാധാരണ വൈഷ്ണവർ ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. ഇത്തവണ നമുക്ക് 2 ദിവസവും വളരെ പ്രധാനമാണ്. കാരണം 2-ാം തീയതി ഞായറാഴ്ച ദിവസം പൂർണ്ണമായും അന്നത്തെ ദിവസം മുഴുവൻ ഏകാദശിയുണ്ട്. 3-ാം തീയതി വെളുപ്പിനെ 2:41 ഏകാദശി അവസാനിച്ചതിന് ശേഷം മഹാദ്വാദശിയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ സമയം, നമ്മൾ പല സ്ഥലങ്ങളിലെ കാര്യം പറയാറുണ്ട്, കേരളത്തിലെ മാത്രമല്ല നമ്മൾ സാധാരണയായിട്ട് വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥലങ്ങൾക്കനുസരിച്ചിട്ട് ഏകാദശി എടുക്കുന്നതിൽ വ്യത്യാസമുണ്ട്. അത് പ്രത്യേകം ഈ വീഡിയോ ശ്രദ്ധിക്കണം നിങ്ങൾ. അതായത് കേരളത്തിൽ നമുക്ക് ഈ 2 ദിവസവും ഏകാദശി എടുക്കാം. അതായത് ജൂൺ 2-ാം തീയതി ഏകാദശിയായിട്ട് ആചരിക്കാം, 3-ാം തീയതി ഏകാദശിയായിട്ട് നമുക്ക് ആചരിക്കാം. ഈ 2 ദിവസങ്ങളിലും ഏകാദശി, അതായത് 2-ാം തീയതി ആചരിക്കുവാണെങ്കിൽ പിറ്റേ ദിവസം 3-ാം തീയതി പാരണ ചെയ്യുക. 3-ാം തീയതിയാണ് എടുക്കുന്നതെങ്കിൽ 4-ാം തീയതി പാരണ ചെയ്യുക. ഈ 2 ദിവസത്തെയും പാരണ സമയം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതായത് ഭാരതത്തിന് മുഴുവൻ നമുക്ക് ഈ 2 ദിവസവും നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് ആ ഇഷ്ടമുള്ള ദിവസം നമുക്ക് ഏകാദശിയായിട്ട് ആചരിക്കാം. അത് നമ്മളുടെ ചോയ്സാണ്, ഏത് ദിവസമാണ് നമുക്ക് സൗകര്യപ്രദമായിട്ടിരിക്കുന്നത്. പക്ഷേ ഈ 2 ദിവസവും നിങ്ങൾ പൂർണ്ണമായ സസ്യാഹാരത്തിലിരുന്ന് പ്രാർത്ഥിക്കുക. ഇനി ഏകാദശിയായിട്ട് എടുക്കുന്നത് നമ്മുടെ സാഹചര്യത്തിനും സൗകര്യത്തിനും അനുസരിച്ച് തീരുമാനിക്കുക. വൈഷ്ണവ ഏകാദശി തിങ്കളാഴ്ചയാണ്, ഭാരതത്തിൽ മുഴുവൻ തന്നെ തിങ്കളാഴ്ച ദിവസം, അതായത് മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ദിവസം. പ്രത്യേകമായി ആ കാര്യം ശ്രദ്ധിക്കുക. 2 ദിവസങ്ങളിലെയും പാരണാസമയം ഞാൻ അടുത്ത ദിവസം വീഡിയോ ആയിട്ട് ഇടാം. അതായത് ഭാരതത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലെയും കാര്യമാണ് പറയുന്നത്. സാധാരണ ആയിട്ട് നമ്മൾ പറയുന്ന കേരള, തമിഴ്നാട്, കർണാടക, ഡൽഹി, മുംബൈ, തെലങ്കാന, മധ്യപ്രദേശ്, ഗുജറാത്ത് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെ എല്ലാം നമ്മൾ പാരണാസമയം പറയാറുണ്ട്. ഇവിടെ എല്ലായിടത്തും നമുക്ക് 2-ാം തീയതിയോ 3-ാം തീയതിയോ ഏതാണോ നമ്മുടെ സൗകര്യപ്രദമായ ദിവസം ആ ദിവസം എടുക്കാം. 2 ദിവസത്തെയും പാരണാസമയം 2 ദിവസങ്ങളിലായിട്ട് എടുക്കുമ്പോൾ പിറ്റേ ദിവസത്തെ പാരണാസമയത്തിന് വ്യത്യാസം ഉണ്ടാകും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇനി നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, അതായത് ഗൾഫ് രാജ്യങ്ങൾ, അതായത് ദോഹ, കുവൈറ്റ്, ദുബായ്, അബുദാബി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ആളുകളുണ്ട്. അതായത് സൗദി, ബഹ്റിൻ, ഒമാൻ, ഷാർജ, പിന്നെയുള്ളത് UK, USA, സാംബിയ, കാനഡ, ബ്രിട്ടീഷ് കൊളംബിയ അങ്ങനെ പറഞ്ഞൊരു സ്ഥലത്തെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ എല്ലാവരും തന്നെ ഞായറാഴ്ചയാണ്, അതായത് 2-ാം തീയതിയാണ് ഏകാദശി എടുക്കേണ്ടത്. അവർക്ക് 2-ാം തീയതി മാത്രമേ അതിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളൂ. 3-ാം തീയതി പാരണ വീടുക. കേരളത്തിലാണ്, അതായത് ഭാരതത്തിലാണ് 2 ദിവസത്തെ വ്യത്യാസം പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാവരും തന്നെ ഞായറാഴ്ച ദിവസമാണ് ഏകാദശിയായിട്ട് ആചരിക്കേണ്ടത്. 3-ാം തീയതി പാരണ വീടണം. അതായത് ഞായറാഴ്ച ദിവസം ഏകാദശി എടുക്കേണ്ടുന്ന സ്ഥലങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോളൂ. ദോഹ, കുവൈറ്റ്, ദുബായ്, അബുദാബി, സൗദി, ബഹ്റിൻ, ഒമാൻ, ഷാർജ, പിന്നെയുള്ളത് UK, USA, സാംബിയ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൊളംബിയ, കാനഡ. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ 2-ാം തീയതി ഏകാദശി എടുക്കണം, 3-ാം തീയതി പാരണ വീടണം. അപ്പോൾ 2-ാം തീയതി ഏകാദശി എടുക്കണമെങ്കിൽ 1-ാം തീയതി നമ്മൾ ഒരിക്കൽ ഉണ്ണുക. അതായത് ഞായറാഴ്ച ദിവസം ഏകാദശി എടുക്കുന്ന ആളുകളെല്ലാവരും തന്നെ ശനിയാഴ്ച ഒരിക്കൽ ഉണ്ടിട്ട് പിറ്റേ ദിവസം തിങ്കളാഴ്ച പാരണ വീടണം. ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടെ പറയാം. ഭാരതത്തിലുള്ള ആളുകളെല്ലാവരും തന്നെ 2-ാം തീയതിയോ 3-ാം തീയതിയോ നിങ്ങൾക്ക് ഏകാദശിയായിട്ട് എടുക്കാം. 2 ദിവസത്തെയും പാരണ വീടുന്ന സമയം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. വൈഷ്ണവ ഏകാദശി എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്, അതായത് മഹാദ്വാദശിയും കൂടി ചേരുന്ന ദിവസം 2-ാം തീയതി. പക്ഷേ ഏകാദശി തിഥി പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങൾ, അതായത് ഞായറാഴ്ച, തിങ്കളാഴ്ചയും പൂർണ്ണമായ ശുദ്ധാഹാരത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. വൈഷ്ണവ ഏകാദശി തിങ്കളാഴ്ച ഭാരതത്തിൽ, അത് പ്രത്യേകം ഓർക്കുക. പിന്നെ
2-ാം തീയതി ഏകാദശി നിർബന്ധമായും എടുക്കേണ്ടുന്ന, അതായത് അന്നത്തെ ദിവസം മാത്രമാണ് ഏകാദശി ഉള്ളത്, 2 ദിവസം ഇല്ല. 2-ാം തീയതി മാത്രം ഏകാദശി എടുക്കാനുള്ള ആളുകൾ എന്ന് പറയുന്നത് ദോഹ, കുവൈറ്റ്, ദുബായ്, അതായത് ഗൾഫ് രാജ്യങ്ങൾ, അബുദാബി, ദുബായ്, സൗദി അറേബ്യ, ബഹ്റിൻ, ഒമാൻ, ഷാർജ, പിന്നെ അതുപോലെ തന്നെ UK, USA, സാംബിയ, ബ്രിട്ടീഷ് കൊളംബിയ, കാനഡയിലെ ഇത്രയും സ്ഥലങ്ങൾ നിർബന്ധമായിട്ടും ജൂൺ 2-ാം തീയതി ഏകാദശി എടുക്കുക. അതായത് ഞായറാഴ്ച ദിവസം, ശനിയാഴ്ച ഒരിക്കൽ ഉണ്ണുക, തിങ്കളാഴ്ച പാരണ വീടുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ട് ചോദിക്കൂ. ഇതാണ് ചെയ്യേണ്ടത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ബാക്കി വിശേഷങ്ങളും കഥകളും പാരണാസമയങ്ങളും 2 ദിവസത്തെ പാരണാസമയങ്ങളും ഞാൻ അടുത്ത വീഡിയോ ആയിട്ടിടാം. പിന്നെ മറ്റൊരു കാര്യം, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, മാലദ്വീപ്സ് എന്നീ സ്ഥലങ്ങളിലുള്ള ആളുകളും 2 ദിവസവും എടുക്കാൻ പറ്റും അവർക്ക്. പക്ഷേ അവർ വൈഷ്ണവ ഏകാദശി, അതായത് തിങ്കളാഴ്ച ദിവസം എടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. കാരണം പാരണാസമയം ഈ ഓസ്ട്രേലിയയിലൊക്കെ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ്. അതായത് 2-ാം തീയതി ഏകാദശി എടുക്കുകയാണെങ്കിൽ 3-ാം തീയതിയിലെ പാരണാസമയം എന്ന് പറയുന്നത് ഉച്ച സമയത്താണ്. അതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉച്ചവരെ നമ്മൾ ആ ഒരു ഇതിലിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് വൈഷ്ണവ ഏകാദശി ആയിട്ട് തിങ്കളാഴ്ച എടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്, അതായത് ഈ ഓസ്ട്രേലിയയിലുള്ള ആളുകൾ. ഹരേ കൃഷ്ണ.